അനിൽ സാർ, രാഷ്ട്രീയക്കാരെയോ സെലിബ്രിറ്റീസിനോ ഇതിനെ വിളിക്കാത്തതാണോ അതോ ഫംഗ്ഷൻ? ഞാൻ 2 ലോഞ്ചിങ്ങിന് പോയിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒന്നില്ലെങ്കിൽ മിനിസ്റ്റർ അല്ലെങ്കിൽ സ്ഥലം MLA ആരെങ്കിലും ഇതിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആരും കണ്ടില്ല, ഒരു സിനിമാ നടനോ നടിയോ ആരും കണ്ടില്ല. അത് മനഃപൂർവ്വമാണോ അതോ ഒഴിവാക്കിയതാണോ? രണ്ടാമത് വാക്കിലുണ്ടല്ലോ. അനിൽ സാർ, ഈ ചാനൽ എത്ര നാൾ കൊണ്ട് ഒന്നാമതാവും? ഐ മീൻ ഫസ്റ്റ് പൊസിഷൻ. നിങ്ങൾ എന്ത് വെച്ച് മെഷർ ചെയ്തിട്ട് ഒന്നാമതാക്കാൻ കാണുന്നത്? അത് റേറ്റിംഗ് ആണോ? അതെ അതെ. റേറ്റിംഗിൽ മത്സരത്തിൽ ഞാനില്ല. ഇല്ല, ജനങ്ങളുടെ സ്വീകാര്യത. റേറ്റിംഗ് എന്ന് പറഞ്ഞ മെഷർ മീറ്ററിൽ ഞാൻ 11ാമതായാലും 1ാമതായാലും ഞങ്ങളുടെ ടീമിന് എൻ്റെയും ഞങ്ങളുടെ മാനേജ്മെൻറ്റെയും ഒരേ വികാരമാണ്. അതൊരു സെയിൽസ് ടൂൾ മാത്രമാണ്. അതൊരു പോപ്പുലാരിറ്റി മെഷീൻ അല്ല. ചില സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ കണ്ടായിരുന്നു, ഓഫീസ് ഇവിടെ അല്ല, അപ്പോൾ ഇവിടുത്തെ പല ചാനലിൽ നിന്നും റിപ്പോർട്ടേഴ്സിനൊക്കെ വിളിച്ചിട്ട് പല സ്ഥലത്താണ് ഉള്ളത്, കൊച്ചിയിൽ സ്റ്റുഡിയോ ആകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊരു ടൈറ്റിൽ കണ്ടായിരുന്നു. അതിനോട് എന്താ പറയാനുള്ളത്? വളരെ സത്യമാണ്. ഞങ്ങൾ ഇവിടെ മരടിൽ ജംഗ്ഷനിലെ AMV പാർക്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ഫ്ലോർ നമ്പർ 2-ൽ ഞങ്ങളുടെ സ്റ്റുഡിയോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഈ 28-ാം തീയതി മാർച്ച് 2-ാം തീയതി അതിൻ്റെ ഫുൾ ഫങ്ഷനിങ് കഴിയും. പക്ഷേ ഞങ്ങളുടെ ലോഞ്ച് പ്രീപോൺ ചെയ്യാറ്. ഞങ്ങൾ മാർച്ച് എന്നുള്ളത് ഞങ്ങൾ പ്രീപോൺ ചെയ്തത് കുറച്ചുകൂടെ നേരത്തെ ആക്കി, 2 വീക്സ് നേരത്തെ ആക്കിയപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ പുതിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ഫിനിഷ് ചെയ്ത് കിടക്കുമായിരുന്നു അവിടുത്തെ ആക്ടൻ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പെട്ടെന്ന് മാറി. ബിക്കോസ് ഇവിടെ ഇലക്ഷൻ വരുന്ന കാരണം നമ്മൾ നേരത്തെ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മാർച്ച് 5, 8-നകത്ത് ഞങ്ങളിവിടെ കൊച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വന്നിട്ട് കാണാം. ഇപ്പോൾ വന്നാലും പണി നടക്കുന്ന കാണാം. സാറേ, 10-ൽ നിന്ന് 11-ലേക്ക് ബിഗ് TV എന്നുള്ളൊരു ചാനൽ വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു പുതിയ ചാനൽ തുടങ്ങാൻ എന്താ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്? ഒരു പ്രേക്ഷകന് 10 ചാനൽ വേണം ശരിക്കും ഒരു വാർത്ത കേൾക്കാനായിട്ട്. വാർത്തയുടെ പ്രശസ്തിയില്ലായ്മ കൊണ്ടാണോ അതോ? അല്ല, എല്ലാ ചാനൽ എനിക്ക് പ്രിന്റ് മീഡിയ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു സംസ്കാരം കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് കുറഞ്ഞു വരുന്നത് ടെലിവിഷൻ മേഖലയിലാണ്. എല്ലാ ചാനലും നടക്കുമ്പോഴും സത്യം, നീതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അവസാനം പോയി വഴി അതിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് പോകുന്നത് കാണാം. പിന്നെ അവരവരുടെ താല്പര്യങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളൊക്കെ നോക്കി, അത് പൊളിറ്റിക്കലാവാം, ചിലർക്ക് പോപ്പുലാരിറ്റി ആവാം, ചിലർക്കത് റേറ്റിംഗ് ആവാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് ഉള്ളതെന്ന് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോകുന്നു. പിന്നെ ഇത് ന്യൂസ് ചാനൽ നടക്കി കാശുണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയൊന്നുമല്ല, അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും. പിന്നെ ഇത് പൊളിറ്റിക്കൽ പവറാണ്. ഞങ്ങൾക്ക് ആർക്കും പൊളിറ്റിക്കൽ ആംബിഷൻസ് ഇല്ല. എന്നോടൊരു ഓൺലൈൻ മീഡിയയിലെ ഒരാൾ ഇൻ്റർവ്യൂ ചോദിച്ചു, നിങ്ങൾക്ക് പാർലമെൻ്ററി ആംബിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കില്ല പാർലമെൻ്ററി ആംബിഷൻ ബേസിക്കലി. പക്ഷേ എനിക്ക് പബ്ലിക്കിൽ സെർവ് ചെയ്യണമെന്നുണ്ട്. അത് സർവീസായിട്ട് എടുക്കുന്നുണ്ട്. ആ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞത് 140 നിയോജകമണ്ഡലങ്ങളിലുണ്ട്. ഞാൻ 140 നിയോജകമണ്ഡലങ്ങളിലെ MLA-യുടെ അതേ പവറിലാണുള്ളത്. എനിക്കൊരു കാര്യം ജനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിനും ചെയ്യാൻ പറ്റും. ഞാനതിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. അല്ല സാർ, ഇപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ മുമ്പ് ഉള്ള ചാനൽ അതിനെക്കാട്ടിയും ഗംഭീരമാവുമോ? ഈ ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് ഓണറായി കാണാൻ പറ്റുമോ ബിഗ് TV? ഇലക്ഷന് മുമ്പ് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചാനൽ ഓണറിൽ വരും. ഞാൻ അത് എന്താ ഡേറ്റ് കൃത്യമായി പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നു കഴിഞ്ഞാലും കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ TV-യിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സിഗ്നൽ വരും. അതിൽ ഡേറ്റ് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് അറിയാം. അപ്പോൾ ഈ ഇലക്ഷനിൽ നമ്പർ 1 ആയിരിക്കുമോ? ഞാൻ വീണ്ടും പറയണു, ഞാൻ നമ്പർ 1-നും നമ്പർ 10-നും അല്ല. ഞങ്ങൾ വേറൊരു വഴിയെ പോവുകയാണ്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു ഓൾ.